മഹാരോഗങ്ങളിൽ നിന്ന് മാത്രമല്ല, മരണത്തിൽ നിന്ന് പോലും മോചനം ലഭിക്കുവാൻ ഗുരുവായൂരപ്പനെ ഭക്തിപൂർവ്വം സേവിച്ചാൽ മതിയെന്നുള്ളതിന് എത്രയോ അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ പാണ്ഡ്യ മഹാരാജാവ് തന്റെ ജാതകം പരിശോധിക്കാൻ പ്രസിദ്ധനായൊരു ജ്യോത്സ്യനെ വരുത്തി. എന്താ, ജാതകം പരിശോധിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? അതിനാണോ ഇത്രയും സമയം പരിശോധിച്ചത്? ജാതകത്തിൽ കാണുന്നത് എന്താണെന്ന് പറയൂ. ക്ഷമിക്കണം, അതറിയാതിരിക്കുന്നതാണ് നല്ലത്. ആർക്ക്? ആർക്ക്? ദക്ഷിണാവർത്തത്തിലെ ഏറ്റവും വലിയ ജ്യോത്സ്യൻ എന്ന നിലയ്ക്കാണ് നിങ്ങളെ ഈ രാജസദസ്സിലേക്ക് സ്വാഗതം ചെയ്ത് മാനിച്ചത്. നമ്മുടെ ജാതകം പരിശോധിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചത് ഭാവി ഫലമറിയുന്നതിനാണ്. മനസ്സിലായോ? സത്യം തുറന്നു പറയുന്നത് പലപ്പോഴും ആപത്താണ് തിരുമേനി. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല. ധൈര്യമായി പറയണം. പക്ഷേ പറയുന്നത് പരമാർത്ഥമാവണം. പൊളി പറയുന്നത് ജ്യോതിഷത്തെ നിരക്കുന്നതല്ല തിരുമേനി. ഈയുള്ളവൻ അത് ചെയ്യാറുമില്ല. എങ്കിൽ പറയൂ, നമ്മുടെ ജാതകത്തിൽ കാണുന്നത് എന്ത്? ഭാവി മാത്രം പറഞ്ഞാൽ മതി. ഇവരോട് കോപിക്കരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പാണ്ഡ്യരാജാക്കന്മാർ ഒരിക്കലും സത്യത്തിന്റെ നേർക്ക് കോപം കാട്ടാറില്ല. പറയൂ. ഇന്നേക്ക് 30 ദിവസത്തിനകം അവിടുന്ന് സർപ്പദംശമേറ്റ് മരിക്കുമെന്നാണ് ജാതകവശാൽ കാണുന്നത്. ധിക്കാരം, രാജദ്രോഹം. ഈ അഹങ്കാരിയെ കഠിനമായി ശിക്ഷിക്കണം. തിരുമേനി, മരണം മുൻകൂട്ടി പ്രവചിക്കുവാൻ മഹർഷീശ്വരന്മാർക്ക് പോലും സാധ്യമല്ല. ജ്യോതിഷത്തിന് അത് നിഷ്പ്രയാസം സാധിക്കും. 30 ദിവസത്തിനുള്ളിൽ സർപ്പദംശമേറ്റ് മരിക്കുമെന്നാണോ ജാതകവിധി? ക്ഷമിക്കണം, അതെ. ഏതാപത്തിനും പ്രതിവിധിയില്ലേ? അലംഘനീയമാണ് വിധി. തക്ഷകദംശത്തിൽ നിന്ന് രക്ഷ നേടാൻ പരീക്ഷിത്ത് രാജാവ് ചെയ്ത പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട കഥ പ്രസിദ്ധമല്ലേ? അപ്പോൾ നാം ദുർമരണത്തിനിരയാകാതെ നിവൃത്തിയില്ല. കൽപ്പിച്ച് ക്ഷമിക്കണം. ഇല്ല. പ്രതിവിധിയൊന്നും നിർദ്ദേശിക്കുവാനുമില്ല. ഇല്ല. തിരുമേനി, തെറ്റ് ആർക്കും പറ്റാം. ഈ ജ്യോത്സ്യൻ പറയുന്നത് വിശ്വസിച്ച് തിരുവുള്ളം കലക്കരുത്. ഇല്ല. മരണത്തെ ഭയപ്പെടുന്നത് മഠയന്മാർ മാത്രമാണ്. മനുഷ്യനായി പിറന്നാൽ മരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ദുർമരണത്തിനിരയായാൽ പരലോകത്ത് പോലും ഗതി കിട്ടുകയില്ലല്ലോ എന്ന ഖേദം മാത്രമേ നമുക്കുള്ളൂ. അതൊഴിവാക്കാൻ കഴിഞ്ഞാൽ കഴിയും. തിരുമേനി, തിരുമേനി, സർപ്പരാജനാണ് അനന്തൻ. ആ അനന്തനെ മത്തിയാക്കിയ സാക്ഷാൽ വൈകുണ്ഠേശ്വരൻ പാണരുളുന്ന പുണ്യക്ഷേത്രമാണ് ഞങ്ങളുടെ നാട്ടിലെ ഗുരുവായൂർ. അങ്ങോട്ട് എഴുന്നള്ളി അഭയം പ്രാപിച്ചാൽ ആപത്തൊഴിയും നിശ്ചയം. എവിടെ പോയാലും വിധി പിന്തുടരുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു മഹാക്ഷേത്രത്തിനും ശക്തിയില്ല. ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ പ്രസാദിച്ചാൽ സാധിക്കാത്തതായി യാതൊന്നുമില്ല. തിരുമേനി, അഭയം പ്രാപിച്ചവരെ കൈവടിയാത്ത കരുണാമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. നിറഞ്ഞ വിശ്വാസത്തോടെ അങ്ങോട്ടേക്ക് എഴുന്നള്ളിയായിരുന്നു. ശരി, അങ്ങനെ തന്നെ. മന്ത്രി, ഉടൻ തന്നെ ഗുരുവായൂരേക്ക് പുറപ്പെടുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യും. ഈ ജ്യോത്സ്യനും കൂടെ വരട്ടെ. നമ്പൂതിരി വേണം നമ്മെ അങ്ങോട്ട് നയിച്ച് വേണ്ടതെല്ലാം ചെയ്യും. കൽപ്പന പോലെ. കഴിയാതെ ഞാൻ എങ്ങനെ വരും? ഇവിടെ മറ്റാരുമില്ല. സഹായിയായുള്ള നമ്പൂരി ഇന്നില്ല. അയ്യോ, അങ്ങ് വരാതെ പറ്റില്ല. അങ്ങ് വന്നില്ലെങ്കിൽ ശ്വാസം തന്നെ മുടങ്ങിപ്പോകും.
ഇതൊരു ധർമ്മസങ്കടമായല്ലോ ഭഗവാനെ. ഇങ്ങനെ പെട്ടെന്ന് വന്ന് വിളിച്ചാൽ എങ്ങനെയാ വരിക? ഗുരുവായൂരപ്പന്റെ ഉച്ചപൂജ മുടക്കാൻ പറ്റുമോ? ഇന്നത്തെ പൂജ ഉണ്ണി നടത്തട്ടെ. അങ്ങയുടെ കാലം കഴിഞ്ഞാൽ ഉണ്ണിയല്ലേ ശാന്തിക്കാരനാകേണ്ടത്. ഇപ്പോഴേ പരിശീലിക്കട്ടെ. ഉണ്ണിയോ? ഛേയായി, എട്ടും പൊട്ടും തിരിയാത്ത ഉണ്ണി ഉച്ചപൂജ നടത്തിയേ. ഒരു നേരം പൂജ നടത്താൻ ഒരു വിഷമം ഉണ്ടായില്ല. ഗുരുവായൂരപ്പനെ വിചാരിച്ച് ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ അമ്മയുടെ സ്വാർത്ഥമായതുകൊണ്ടാണ് അങ്ങയെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്. എന്താ ഉണ്ണി, ഉച്ചപൂജ നടത്താമോ? അച്ഛൻ പറഞ്ഞാൽ നടത്താം. പൂജാവിധികളൊന്നും തെറ്റിക്കരുത്. എല്ലാം ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് ഭക്തിയോടെ ചെയ്യണം. ഒരു തെറ്റും വരില്ലെന്ന് ബാലജനപ്രിയനല്ലേ കൃഷ്ണൻ. കുട്ടികൾ ചെയ്യുന്നത് എന്തും അവിടത്തേക്ക് പ്രിയങ്കരമായിരിക്കും. അതും ശരിയാണ്. ഉണ്ണി, ഉച്ചപൂജ കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങിയെത്താം. അച്ഛൻ പറഞ്ഞതുപോലെല്ലാം ഞാൻ ചെയ്തു. വല്ലതും തെറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഇനി നിവേദം ഉണ്ടല്ലോ, ഞാൻ നടയടച്ച് പോയിട്ടോളാം. അപ്പോഴേക്ക് മുഴുവൻ ഉണ്ണണേ. ഇന്ന് 30ാമത്തെ ദിവസമാണ്. അതെ, പക്ഷേ കഴിഞ്ഞിട്ടില്ല തിരുമി. ഓഹോ, അപ്പോൾ ഇന്ന് രാത്രി അത് വിചാരിച്ച് വിഷമിക്കരുതേ. നമുക്കൊരു വിഷമവും തോന്നുന്നില്ല മന്ത്രി. ഈ ജ്യോത്സ്യന്റെ വാക്ക് ഫലിക്കുന്നെങ്കിൽ തന്നെയും ഈ പാവന സന്നിധിയിൽ വെച്ച് മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നുള്ളത് നിശ്ചയമല്ലേ? അതിൽ കൂടുതലായി എന്തു വേണം മനുഷ്യൻ? അനന്തശായിയെ അഭയം പ്രാപിച്ച അവിടത്തെ രക്ഷിക്കുവാൻ ഒരു പാപം പത്തിവിടത്തെ ഏറ്റതിരുമതി. അച്ഛൻ പൂജിക്കുമ്പോൾ എന്ന് ഉണ്ണാറുണ്ടല്ലോ. എന്നോട് എന്താ പിണക്കം? കണ്ണൊന്നും കഴിച്ചില്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഞാൻ എന്ത് സമാധാനം പറയും? കണ്ണ, കറ കാട്ട് കണ്ണ, എന്റെ പൊന്നുണ്ണി കണ്ണനല്ലേ. മതി, ഇതാ ഇത് കൊടി. ഈ ഉണ്ണിയമ്പൂരി എന്താ ഇത്ര നേരമായിട്ടൊന്ന് അടവറക്കാത്തത്? അകത്തിരുന്ന് ഉറങ്ങുകയാണോ എന്തോ? ഞാൻ ഒന്നുകൂടി ശംഖ് വിളിക്കാം. അത് കേട്ട് ഇറങ്ങി വരും. ഛേയ്, അത് ശരിയല്ല. ആ സമയത്ത് ശംഖ് വിളിക്കുന്നത് ശരിയല്ല. കൊള്ളാമല്ലോ. ഇതിനാണ് ഇങ്ങനെ ഇത്രയും നേരം കഥകടച്ചിരുന്നത് അല്ലേ? ഏതെന്നോ? നിവേദ്യം മുഴുവൻ അകത്തിരുന്ന് കഴിച്ചിട്ട് ഒഴിഞ്ഞ പാത്രമായി പുറത്തേക്ക് പോകുന്നു അല്ലേ? നിവേദ്യത്തിന്റെ ഓഹരി ഞങ്ങൾക്കൂടെ തരണമെന്ന് അറിഞ്ഞൂടെ? നിവേദ്യം മുഴുവനും അകത്തിരുന്ന് തട്ടിക്കളഞ്ഞല്ലേ? ഉണ്ണിയാണ് മോശമല്ലല്ലോ. ഉണ്ണിക്കണ്ണൻ നിവേദ്യം ഉണ്ടു അല്ലേ? ഉരുട്ടിക്കൊടുത്തത് ഉണ്ണിയായിരിക്കും. അതെ,
കണ്ണൻ നീട്ടിയ കയ്യിൽ ഞാൻ പടച്ചോറും പായസവും ഉരുട്ടി വെച്ചു കൊടുക്കും. കണ്ണൻ ഓരോ ഉരുളയായി വിഴുങ്ങി. അമ്പേ, ഈ നടക്കൽ നിന്ന് നുണ പറഞ്ഞാൽ നാവ് താണു പോകും കേട്ടോ. അയ്യോ, നുണയില്ല, നേരാ പറഞ്ഞത്. നേരെ. ഉണ്ണി, ഞങ്ങളെ വെറും വിട്ടികളാക്കാൻ നോക്കരുത്. ഉണ്ണിക്കണ്ണൻ നിവേദ്യം കൊണ്ട് അത്രേ. പാത്രത്തിൽ ഒരു പിടി ചോറെങ്കിലും മിച്ചം വെക്കണമല്ലോ. അമ്പേ, ആള് ചെറുതാണെങ്കിലും വയറസാരം വലുത് തന്നെ. ഞാൻ പറഞ്ഞതൊന്ന് വിശ്വസിക്കൂ. ഞാൻ നിവേദ്യമേ ഉണ്ടില്ല. പിന്നെ പറന്നുപോയോ? ഉണ്ണിയുടെ അച്ഛൻ തിരുമേനി പോലും ഞങ്ങളോട് ഇങ്ങനെ കാട്ടിയിട്ടില്ല കേട്ടോ. എന്താണ് ഇവിടെ ബഹളം? തിരുമേനിയുടെ മകൻ ഞങ്ങൾ ഇന്ന് മുഴുവൻ പട്ടിണിയിലാക്കി. പട്ടിണിയാക്കിയോ? നിവേദ്യച്ചോറും പായസവും മുഴുവനും നടയടച്ച് അകത്തിരുന്നുണ്ട്. ഉണ്ടോ? ഞാനല്ല അച്ഛാ, ഉണ്ണിക്കണ്ണനാണ് ഉണ്ടത്. പേര് പറയൂ. ഉണ്ണിക്കണ്ണനുണ്ടോ? അതെ, നിവേദിച്ച് മുഴുവൻ കണ്ണനുണ്ട്. അതിനല്ലേ നിവേദിക്കുന്നത് അച്ഛാ. പച്ച കള്ളം പറയൂ. കള്ളമില്ല അച്ഛാ. ശബ്ദിക്കരുത്. ബുദ്ധിമുട്ട് നിവേദ്യം മുഴുവൻ ഉണ്ടതും പോരാഞ്ഞ പുളിയും പറയുന്നു. അച്ഛാ, കണ്ണൻ നിവേദ്യം ഉണ്ട് ഉത്തരേ. ഇത്ര കാലം ഞാൻ നിവേദിച്ചിട്ടുണ്ടില്ല. പിന്നെ നീ ദയവായില്ല അല്ലേ? അയ്യോ, കള്ളനല്ല, ഞാൻ പറഞ്ഞു തന്നില്ലേ, കള്ളനല്ല, അച്ഛാ, കള്ളനല്ല. നേരാണ് അച്ഛാ. കണ്ണാ. രാത്രി വളരെ ഇരുട്ടി. നിങ്ങൾ പോയി കിടന്നുറങ്ങി. നമുക്കും ഉറക്കം വരും. അടിയൻ ഇന്ന് രാത്രി ഇതിനകത്ത് എന്തിന്? മരണത്തെ മാറ്റി നിർത്താൻ മന്ത്രിക്ക് കഴിയുമോ? അതല്ല എങ്കിലും വേണ്ട. പതിവ് പോലെ നാം കിടന്നുകൊള്ളാം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ രാവിലെ കാണാം. ഇല്ലെങ്കിൽ അയ്യോ, അങ്ങനെ കൽപ്പിക്കരുതേ. എല്ലാവരും പോയിക്കൊള്ളുവിൻ. ഈ രാത്രി സകലതും ആ സത്യസ്വരൂപിൽ അർപ്പിച്ച് നാം ഉറങ്ങട്ടെ. അവിടുത്തെ ഹിതമനുസരിച്ച് എന്നെ ഉണർത്തുകയോ ഉണർത്താതിരിക്കുകയോ ചെയ്യട്ടെ. പോയിക്കൊള്ളുവിൻ.
ഭഗവാനെ, മന്ത്രി 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 എവിടെയാ ജോലിച്ചത്? ഇവിടെ ഉണ്ട് തിരുമേനി. 30 ദിവസത്തിനകം നാം മരിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ? അതെ. 30 ദിവസം കഴിഞ്ഞില്ലേ? സർപ്പദംശമേറ്റ് നാം മരിച്ചോ? മരിച്ചോന്ന് ഇല്ല. കുളത്തിലറിയൂ. നിങ്ങളുടെ കബഡിയും സഞ്ചിയുമെല്ലാം ജ്യോതിഷം പോലും ജ്യോതിഷം, ശുദ്ധ കള്ളം. തിരുമേനി, അനാവശ്യമായി തിരുവുള്ളം ക്ഷമിപ്പിച്ച് ഈ ജ്യോത്സ്യനെ ബന്ധിച്ച് തുറുങ്കിൽ നിറയ്ക്കാൻ അനുമതി നൽകിയാൽ. തിരുമേനി, ഒരപേക്ഷ. ഇനിയും പൊളി പറഞ്ഞ് നമ്മെ കബളിപ്പിക്കാമെന്നോ വിചാരം? അല്ല, അവിടുത്തെ തിരുമൈ പരിശോധിക്കുവാൻ അനുവദിക്കണം. എന്തിന്? സർപ്പദംശമേറ്റ് അവിടുന്ന് മരിക്കുമെന്ന പ്രവചനം ഫലിക്കാത്തതിനാണല്ലോ ജ്യോതിഷം കള്ളമെന്ന് വിധിച്ചത്. അല്ലാന്ന് തെളിയിക്കാനുള്ള ഒരവസരം കൂടി അടിയന് നൽകണം. നമ്മുടെ ശരീരം പരിശോധിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം സർപ്പദംശം ഏറ്റിട്ടുണ്ടോ എന്നറിയാം. മഠയ, സർപ്പദംശമേറ്റാൽ നാം ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നു. ദയവായി അടിയന്റെ അപേക്ഷ അനുവദിച്ചാലും. ശരി, പരിശോധിച്ചുകൊള്ളൂ. വേഗം. തിരുമേനി, ഇതാ അവിടുത്തെ കാര്യം പാമ്പുകുത്തിയ പാട്. എന്താ? ജ്യോതിഷം പിഴച്ചില്ല തിരുമേനി. ഇന്നലെ രാത്രി സർപ്പം ദംശിച്ചു. ഇത് പാമ്പ് കടിച്ച പാട് തന്നെ. പിന്നെ നാം മരിക്കാത്തത് ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട്. തിരുമേനി, ഈ പുണ്യക്ഷേത്രത്തിൽ ഭജനം പാർക്കുന്നവർക്ക് അപ്പുറത്ത് നേരിടാൻ ആ ആശ്രിത വത്സരൻ അനുവദിക്കുകയില്ല തിരുമേനി. അതാണ് സത്യം. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ വിധിയെ പോലും വെല്ലുവാൻ സാധിക്കുമെന്ന സത്യം അടിയൻ ആലോചിച്ചില്ല തിരുമേനി. അതുകൊണ്ടാണ് അവിടുന്ന് അപമൃത്യുവിന് ഇരയാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. അടിയന്റെ തെറ്റിന് വാക്കു നൽകിയ മാപ്പ് ചോദിക്കേണ്ടത് നാമല്ലേ? നിങ്ങളെ അവിശ്വസിച്ച തെറ്റിന് മന്ത്രി പ്രഭു, മരണത്തിൽ നിന്ന് പോലും ഭക്തകോടികളെ കാത്തുരക്ഷിക്കുന്ന ആ ഭൂലോക വൈകുണ്ഠേശന്റെ പാവനാലയം പരിഷ്കരിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യും. ഉത്തരം. കരിങ്കല്ലിൽ കവിത രചിക്കുന്ന കുത്തുപണിക്കാരൻ, ചായപ്പോടുകൊണ്ട് ചുവരുകളെ ചിത്രശാലയായി മാറ്റുന്ന കലാകാരന്മാരും എല്ലാം ഇവിടെ എത്തി അവരുടെ കലാവിരുദ്ധ മുഴുവൻ മുരളീധരന്റെ മുൻപിൽ കാണിക്കവയ്ക്കട്ടെ. ഇന്ന് സായം സന്ധിക്ക് ആ പരമകാരുണികന്റെ തിരുനടയിൽ എല്ലാം അടിയറ വെച്ചിട്ട് നമുക്ക് വിടവാങ്ങാം. പ്രപഞ്ച പ്രയോക്താവേ, അവിടുത്തെ അനുപമമായ കാരുണ്യത്തിന് അനന്തകോടി നമസ്കാരം. അലംഘനീയമായ വിധിയെപ്പോലും വെല്ലുവാൻ കെട്ടുള്ള വൈഷ്ണവ ജ്യോതിഷൻ, ശരണാഗതർക്ക് മരണത്തിൽ നിന്ന് പോലും മോചനം നൽകുന്ന കാരുണ്യവാരികൾ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഈ പാണ്ഡ്യരാജൻ സമസ്തവും സമർപ്പിക്കുവാൻ കനിഞ്ഞനുഗ്രഹിച്ചാലും. ഗുരുവായൂരപ്പന് ബാലഗോപാല രൂപത്തിൽ കണ്ട് കൺകുളിർത്ത ദിവ്യനാണ് ദിവ്യമംഗല സ്വാമികൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും കഴിച്ചുകൂട്ടിയത് പരിപാവനമായ ഈ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലാണ്. ആ പരമഭാഗവതന്റെ നാമസങ്കീർത്തനം കേട്ട് പുളകം പൂണ്ടതാണ് ഇവിടത്തെ ഓരോ മണൽത്തിൽ. സ്വാമി, എന്താ? അടിയൻ ജ്ഞാനവേദൻ തിരുമേനിയുടെ കൽപ്പന അനുസരിച്ച് പല്ലക്കും കൊണ്ട് വിടകൊണ്ടതാണ്. ഓ, നാളെ കൊട്ടാരത്തിലാണല്ലോ പൂജ. നാം ഇതാ പുറപ്പെടും. ഈ ഇല്ലത്തിന്റെ സ്ഥിതി ഇങ്ങനെയായല്ലോ. പണമോ പ്രതാപമോ ഇല്ലാത്തതിൽ പരാതിയില്ല. പക്ഷേ ഒരിടത്തേക്കൊന്ന് പറഞ്ഞയക്കാൻ ഒരു പൊടി കുഞ്ഞുപോലും ഇല്ലാതായല്ലോ. കുറൂരിലും ഈ കിഴവിയോടൊന്നിച്ച് അവസാനിക്കണമെന്നാണോ അവിടുത്തെ അഭിമതം? പൂജയ്ക്കുള്ള പൂ നിൽക്കാൻ പോലും ഈ പടികഴവി തന്നെ പോണം. എന്റെ കണ്ണ, അമ്മ എന്നെ വിളിച്ചോ? ഞാനോ? കണ്ണാന്ന് വിളിച്ചില്ലേ? ഉണ്ണിയുടെ പേര് കണ്ണനെന്നാണോ? അതുകൊണ്ടല്ലേ വിളിക്കേണ്ട ഉടനെ വന്നത്? ഞാൻ വിളിച്ചത് ഗുരുവായൂരിലെ കണ്ണനെയാണ്.
അയ്യോ, ഗുരുവായൂർ അങ്ങ് ദൂരെയല്ലേ? ഇവിടെ ഇരുന്ന് വിളിച്ചാൽ അങ്ങ് കേൾക്കുമോ? കേൾക്കും, നീ കേൾക്കും. എത്ര അകലെ ഇരുന്നാലും അകമലിഞ്ഞ് വിളിച്ചാൽ ആ കരുണാകരൻ കേൾക്കും. ഏതായാലും വിളിയേറ്റുവനായി ഞാനാണല്ലോ. ഉണ്ണി ഏതാ? ഞാനിവിടെ അടുത്തുള്ളതാ. അടുത്തുള്ളതോ? ഞാൻ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. എന്നെ അങ്ങനെ എളുപ്പം കാണാൻ പറ്റില്ല. പക്ഷേ അമ്മയെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അതുപോലെ ആട്ടെ, അമ്മ എന്തിനാ വിളിച്ചത്? പൂജയ്ക്കുള്ള പൂവെടുത്ത് തരാൻ പോലും ഒരാളില്ലല്ലോ എന്ന് വിഷമിച്ച് ഗുരുവായൂരപ്പനെ വിളിച്ചു പോയതാവും. പതിവായി വരാറുള്ള കുഞ്ഞിരാമനെയും കണ്ടില്ല. അതിന് ഗുരുവായൂരപ്പനെ വിളിക്കണം? പാവം, എത്ര ദൂരം നടന്നു വരണം. അത് പോട്ടെ, അമ്മയ്ക്ക് പൂവല്ലേ വേണ്ടത്? ഞാൻ പറിച്ചുകൊണ്ട് വരാം. നിനക്ക് പുണ്യം കിട്ടും. എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി. ഞാൻ ഇതാ വന്നേക്കാം. കുസൃതി കൊടുക്ക. ഏത് ഭാഗ്യവതിയുടെ വയറ്റിൽ പറഞ്ഞതോ എന്തോ. കുഞ്ഞിരാമൻ താമസിച്ചു പോയി അല്ലേ? കാരണമുണ്ട്. ഞാൻ പോരുന്ന വഴിക്കൊരു ബഹളം. ബഹളമെന്ന് പറഞ്ഞാൽ പോരാ, ബഹുബഹളം. എന്താ കാര്യം? വില്ലുമംഗലം സ്വാമിയുടെ എഴുന്നള്ളത്തെ മാനദേവൻ സാമൂതിരിപ്പാടിന്റെ കോവിലകത്തേക്കാം. എത്ര ജനമാ നിരത്തിന്മേൽ തടിച്ചു കൂടിയത്. ഞാനും ആ കൂട്ടത്തിൽ നിന്ന് കൂടി. ഓ, അത് നന്നായി. സാക്ഷാൽ അമ്പാടി കൃഷ്ണനെ നേരി കണ്ട പുണ്യവാനാണ് വില്ലുമംഗല സ്വാമിയാർ. അതോ, ഞാൻ അത്ര കണ്ട് നിരീക്ഷിച്ചില്ല. വലിയ സ്വാമിയാരാണെന്ന് കേട്ട് ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ആള് ഗംഭീരൻ തന്നെ. മുഖത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുകയാണെന്നേ തോന്നുന്നു. എന്തൊരു തേജസ്സാ! ആ പുണ്യശാലി എങ്ങോട്ടൊന്ന് ക്ഷണിച്ച് ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പൂജ നടത്തണമെന്ന് ഒരു മോഹം. അതിനെന്താ, ഞാൻ പോയി ക്ഷണിക്കാം. ഇവിടെ അദ്ദേഹം എഴുന്നള്ളി പൂജ നടത്തിയാൽ കുഞ്ഞിരാമനും അടുത്തൊന്ന് കാണാൻ തരമാവുമല്ലോ. എങ്കിൽ ഉടനെ പോയി ക്ഷണിക്കൂ. നാളത്തെ പൂജ കുറൂരില്ലത്ത് വെച്ചായ കൊള്ളാമെന്ന് അറിയിക്കണം. അദ്ദേഹം സമ്മതിക്കാണ്ടിരിക്കില്ല. പൂജയ്ക്കുള്ള പൂക്കൾ കൊണ്ടുവന്നിട്ട് പോകാം. അതിനൊരു ഉണ്ണി പോയിട്ടുണ്ട്. കുഞ്ഞിരാമൻ നേരെ വില്ലുമംഗല സ്വാമിയാരെ ക്ഷണിക്കാൻ പോയിക്കോളൂ. ഏതുണ്ണിയാവോ പൂറുക്കാൻ പോയേ? കണ്ണനുണ്ണി. ഇവിടെ അടുത്തുള്ള ഏതോ ഇല്ലത്തിലെയാ. കുഞ്ഞിരാമൻ വേഗം പുറപ്പെടൂ. എന്താ? അടിയൻ കുറൂരിലെത്തുനിന്ന് വരിക. നാളത്തെ പൂജ അവിടെ വെച്ച് അയാൾ കൊള്ളാമെന്ന് കുറൂരമ്മ അവിടത്തോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ആകട്ടെ, നാം വരാം. കുഞ്ഞിരാമനെ കാണുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനാ? എന്തിനെന്നോ? നല്ല ചോദ്യം. പൂജയ്ക്കുള്ളതൊന്നും ഒരുക്കിയിട്ടില്ല. അതിരാവിലെ വരാമെന്ന് പറഞ്ഞ കുഞ്ഞിരാമനെയും കണ്ടില്ല. വില്ലുമംഗലം സ്വാമി വരുമ്പോഴേക്കും എല്ലാം ഒരുക്കിയില്ലെങ്കിൽ ഒരുങ്ങുന്നവരെ കാത്തിരിക്കാൻ സ്വാമിയാരോട് പറയണം. കുറുമ്പ് പറയുന്ന ഉണ്ണി. സ്വാമിയാരോട് കാത്തിരിക്കാൻ പറയോ? എന്താ പറഞ്ഞാൽ അങ്ങോട്ട് വേണ്ടി അമ്മ കാത്തിരിക്കുന്നില്ലേ? ഹായ് ഹായ്, ഭക്ഷണത്തരം പറയുന്നു. അന്നേരം വില്ലുമംഗലം ആരാണെന്നറിയോ? അമ്മയെപ്പോലൊരു മനുഷ്യൻ. വിഡ്ഢിത്വം പറയാതിരിക്കും. വില്ലുമംഗലം എന്നെ പോലാ. അദ്ദേഹം ഉണ്ണിക്കണ്ണനെ കൺമുന്നിൽ കാണുന്ന മഹാത്മാവാ. അറിയോ? അതിനെന്ത്, അമ്മ ഈ കണ്ണനെ കാണുന്നില്ലേ? ഈ ഉണ്ണിയെ കൊണ്ട് ഞാൻ തോറ്റു. എന്തൊരു കുസൃതിയാ. അല്പനേരം ഒന്ന് അടങ്ങിയിരിക്കാമോ ഉണ്ണി? അമ്മ അടങ്ങിയിരിക്കാമെങ്കിൽ ഞാനും ഇരിക്കാം. ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കാനാ ഉണ്ണി? പൂജയ്ക്ക് ഒരുക്കണ്ടേ? എല്ലാം ഞാൻ ഒരുക്കാം അമ്മേ. ഉണ്ണിയോ? പൂജയ്ക്ക് ഒരുക്കാൻ ഉണ്ണിക്ക് അറിയോ? ഒരുപാട് പേര് പൂജിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടമ്മേ. എങ്കിലൊരുക്കും, ഞാനൊന്ന് കാണട്ടെ. അമ്മ പോയി കുളിച്ചിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ എല്ലാം ഒരുക്കി വയ്ക്കാം. ഇതാ, സംശയിക്കേണ്ട, പോയിട്ട് വരുന്നേ. കൃഷ്ണ
വരട്ടെ വരട്ടെ, ഞാനൊന്ന് തോർത്തി കഴിഞ്ഞ് പൊയ്ക്കോട്ടെ. എന്റെ ദേഹത്ത് വെള്ളം തെറിക്കരുത്. എനിക്ക് വില്ലുമംഗലം സ്വാമിക്ക് പൂജയ്ക്ക് ഒരുക്കാനുണ്ട്. വില്ലുമംഗലം സ്വാമിയാർക്കോ? അതെ, ഇന്ന് സ്വാമിയാരുടെ പൂജ ഞങ്ങളുടെ ഇല്ലത്ത് വെച്ചാണ്. ഉച്ചയ്ക്ക് മുൻപായി എഴുന്നള്ളും. പൂജ തൊഴണമെന്നുണ്ടെങ്കിൽ ചെമ്മങ്ങാട്ട് ഇല്ലത്തേക്ക് വന്നാൽ മതി. കൃഷ്ണ, കുളിച്ചില്ല പിന്നെ. കുളിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. അതും ശരിയാ, അഴുക്കുള്ളവരല്ലേ കുളിക്കേണ്ടതുള്ളൂ. അമ്മ എന്തിനു കുളിക്കണം? നോക്കണം അമ്മേ, പൂജയ്ക്കെല്ലാം ഒരുക്കി കഴിഞ്ഞു. ഈ സ്വാമിയാർ വന്നാൽ മാത്രം മതി. അദ്ദേഹം വരില്ല പിന്നെ, വരില്ല. അയ്യോ, എന്തു പറ്റി? സ്വാമിയാർക്ക് സുഖമില്ലേ? അദ്ദേഹത്തിന് ഒരസുഖവുമില്ല. പിന്നെ അദ്ദേഹം ചെമ്മങ്ങാട്ടില്ലത്തേക്ക് പൂജയ്ക്കായി പോകുന്നു. ചെമ്മങ്ങാട്ടേക്കോ? ഇത് വലിയ ചതിവായി പോയല്ലോ. അദ്ദേഹം വലിയവൻ, വലിയിടത്തേക്ക് പോകുന്നു. ഈ പാവപ്പെട്ട ഇല്ലത്തേക്ക് വരുന്നെന്ന് കരുതിയതേ തെറ്റ്. എത്ര വലിയവനായാലും വാക്കു പാലിക്കണ്ടേ? ചേ, ആ സ്വാമിയുടെ വാക്കു വിശ്വസിച്ച് ഇതെല്ലാം ഒരുക്കിയല്ലോ. സാരമില്ലമ്മേ, സ്വാമിയാർക്ക് പകരം അമ്മ പൂജ കഴിക്കൂ. കളി പറയാതിരിക്കൂ നീ. വില്ലുമംഗലം സ്വാമിയാർക്ക് പകരം ഈ എട്ടും പൊട്ടും തിരിയാത്ത ഞാൻ പൂജ കഴിക്കും. പിന്നല്ലാതെ എന്ത് ചെയ്യും? നോക്കണം അമ്മേ, പാൽപ്പായസവും ഉണ്ണിയപ്പവും അവലും മലരും പഴവും എല്ലാം വെറുതെ ഇരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് കൊതിയാവുന്നു. അമ്മ പൂജ കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ അതെല്ലാം എടുത്തു തിന്നും. ഉറുമ്പ് കാട്ടരുതൊന്നി, അതെല്ലാം പൂജയ്ക്ക് ഒരുക്കിയതാ. പൂജാരി വന്നില്ലല്ലോ, പിന്നെ വെറുതെ കളയുന്നത് എന്തിന്? ഞാൻ എടുത്ത് തിന്നാൻ പോവുക. ഉണ്ണി, എടുക്കരുതെന്നല്ലേ പറഞ്ഞ കേട്ടില്ലെങ്കിൽ അടി കൊണ്ടു. സ്വാമി, ചെമ്മങ്ങാട്ടില്ലത്തേക്ക് എഴുന്നള്ളാൻ സമയമായി. എന്താ താമസം? എത്ര ശ്രമിച്ചിട്ടും ശങ്കിൽ നിന്ന് നാദം മുഴങ്ങുന്നില്ല സ്വാമി. എന്ത്? ശങ്കിൽ നിന്നും നാദം വരുന്നില്ല? ഉണ്ണി എന്താ ചിരിക്കുന്നത്? പരിഹസിക്കുക? അയ്യോ, അമ്മയെ ഞാൻ പരിഹസിക്കുമോ? അത് പാപമല്ലേ? പിന്നെന്താ ചിരിച്ചത്? പണ്ട് യശോദ കൃഷ്ണന് മണ്ണ് തിന്നതിന് ഉരലിൽ പിടിച്ചു കെട്ടിയെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോ അമ്മ എന്നെ പായസം തിന്നാൻ കൊതിച്ചതിന് തൂണിൽ കെട്ടിയിട്ടല്ലോ എന്ന് വിചാരിച്ച് ചിരിച്ചതാ. ഓ, കൃഷ്ണൻ സമയമാണോ? കുശൃതി. കൃഷ്ണനും എന്നെ പോലെ ഒരു കുട്ടിയല്ലേ അമ്മേ? ഭഗവാനെ, മാപ്പ്. അവിടത്തെ ഭക്തയായ ക്രൂരമ്മയുടെ ഇല്ലത്തേക്ക് ചെല്ലാമെന്ന് ഞാൻ സമ്മതിച്ചതാണ്. അത് മറന്ന് ഞാനിതാ മറ്റൊരിടത്തേക്ക് പുറപ്പെടാൻ തയ്യാറായി. എന്റെ പിഴ പൊറുക്കണമേ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ക്രൂരമ്മയോട് മാപ്പ് ചോദിക്കാം. ഇന്നത്തെ പൂജ അവിടെ തന്നെ. കൃഷ്ണ, അവിടത്തെ ഭക്തവാത്സല്യം ഇനിയും അറിയാത്ത ഞാൻ എത്ര മടയാണ്. കൃഷ്ണ, പുറപ്പെടും.
കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നെ അഴിച്ചു വിട്ടാൽ. അതെല്ലാം എടുത്ത് തിന്നാം അല്ലേ? അതിനാശിക്കണ്ട. കഷ്ടമാണമ്മേ അതെല്ലാം ഇങ്ങനെ ആർക്കുമില്ലാതെ കളയുന്നത്. അമ്മേ അത് കേട്ടോ, ശംഖുനാളം. സ്വാമി അത് വരുന്നെന്ന് തോന്നുന്നു. നോക്കണം. ഉണ്ണിയല്ലേ ഇനിയും പരിഹസിക്കുകയാണ്? അന്നമ്മേ ഒന്ന് നോക്കണം. വിദ്യാമംഗലം സ്വാമിയാരുടെ എഴുന്നള്ളത്താണല്ലോ. കൃഷ്ണ, ഞാനിപ്പോ എന്ത് ചെയ്യും? ആ കുഞ്ഞിരാമനെയും പറഞ്ഞയച്ചല്ലോ. അമ്മേ വേഗം എന്നെ അഴിച്ചുവിടും. ഞാൻ അതെല്ലാം ശരിയാക്കാം. ഒന്നും കാട്ടാണ്ട് അടങ്ങി നിൽക്കണേ. അദ്ദേഹം വലിയ മഹാനാ. ആ ശരി. തെറ്റിന് മാപ്പ് തരൂ അമ്മ. കൃഷ്ണ കൃഷ്ണ, അവിടുന്ന് എന്നോട് മാപ്പ് ചോദിക്കോ? അവിടുന്ന് ഈ എളിയ ഇല്ലത്തിലേക്ക് എഴുന്നള്ളിയത് തന്നെ. അരുത്, അങ്ങനെ പറയരുത്. പരമഭക്തയായ അമ്മയുടെ ഇല്ലത്തിൽ കാലുകുത്താൻ സാധിച്ചത് തന്നെ എന്റെ മഹാഭാഗ്യമാണ്. ദയവായി അവിടുന്ന് പൂജയ്ക്കിരുന്നാൽ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഉണ്ണി, അടുത്തു നിന്ന് ആവശ്യമുള്ളതെല്ലാം എടുത്തു കൊടുക്കും. ശരി. അമ്മേ, നിരവധി സാക്ഷാൽ പാലാരിനാഥനെ തന്നെ പരിചാരനാക്കി തീർത്ത അവിടുത്തെ ഭക്തിയുടെ മുമ്പിൽ പ്രണാമം ചെയ്യുന്നു. എന്റെ കണ്ണ കാരുണ്യത്തിടമേ, നിന്റെ ലീലാവിലാസം